എറണാകുളത്ത് വടക്കൻ പറവൂരിൽ ലഹരി സംഘങ്ങൾ തമ്മിലടിച്ചു. അർദ്ധരാത്രി കാറിലെത്തിയ സംഘം വീടിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ റോഷ്നിയുടെ ബിയർകുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റിയ, ലഹരി സംഘങ്ങൾ നേർക്കുനേർ തമ്മിലടിക്കുകയായിരുന്നു. എന്താണ് ഉണ്ടായത്? ഇവരെ പോലീസ് പിടിയിലായിട്ടുണ്ടോ? അക്ഷയ്, ഇത് പറവൂർ നന്ദ്യാട്ട് കുന്നത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു. ആദ്യം തന്നെ കാറിൽ ഒരു സംഘം ആ വീട്ടിലേക്ക് എത്തുകയും ഇരുവരും തമ്മിൽ എന്തോ വാക്കു തർക്കമുണ്ടാവുകയും ഒക്കെ ചെയ്തു. പിന്നീട് നാട്ടുകാരടക്കം ഇടപെട്ട് ഈ കാറിൽ വന്ന സംഘത്തെ തിരിച്ചയക്കുകയായിരുന്നു. അതിനുശേഷമാണ് അർദ്ധരാത്രിയോടെ വീണ്ടും കാറിൽ ഒരു സംഘം എത്തുകയും ഈ വീട്ടിൽ താമസിക്കുന്നവരുമായി തർക്കത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്തത്. അവർ കയ്യിലുള്ള സ്ഫോടക വസ്തു, പടക്കം പോലുള്ള ഏതോ ഒരു സ്ഫോടക വസ്തു ഈ വീട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതിൽ പരിക്കുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നീടാണ് അവരിറങ്ങി കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി കൊണ്ട് ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീയുടെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില സാഹചര്യങ്ങൾ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് ആ വീട്ടിലുള്ളത്. സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നു. എന്തായാലും ലഹരി ഉപയോഗത്തിന് ശേഷം ഇരു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായ നിഗമനം. ശരി റിയ, എറണാകുളം വടക്കൻ പറവൂരിലാണ് ഈ ലഹരി സംഘങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായത്.